ഹായ് സ്റ്റുഡൻസ്, എല്ലാവരും ബോർഡ് എക്സാമിൻ്റെയും പ്രാക്ടിക്കൽസിൻ്റെ ഒക്കെ തിരക്കിട്ട പ്രിപ്പറേഷൻസിലായിരിക്കും എന്നറിയാം. അതിൻ്റെ കൂടെ തന്നെ ഒരു റിമൈൻഡർ എന്ന രീതിയിൽ പറയുകയാണ്, ഈ വരുന്ന ഏപ്രിലാണ് നമ്മുടെ കീം 2025 എക്സാം. ആദ്യമായാണ് കീം ഓൺലൈൻ ആയതിനു ശേഷം തന്നെ ഇത്രയും നേരത്തെ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഏപ്രിലിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് കീം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം കീം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തിയിരുന്നു, പക്ഷെ അത് ഏകദേശം ഒരു ജൂണിലേക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കെല്ലാം നല്ലൊരു ഗ്യാപ്പ് കിട്ടിയിരുന്നു ആ ഒരു ടോപ്പിക്ക് പഠിച്ചെടുക്കാനും. കാരണം കീം എന്ന് പറയുന്നത് +1 +2 ടോപ്പിക്കുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ +1 +2 ടോപ്പിക്കുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു ഗ്യാപ്പ് കിട്ടിയിരുന്നു. പക്ഷേ എന്നാൽ ഈ വർഷം വളരെ ക്രൂഷ്യലായിട്ട് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കീം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ 2 മാസത്തോളം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. സോ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഡിഗ്രി നോക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കോ അല്ലെങ്കിൽ കേരളത്തിലെ ഫാർമ കോളേജുകളിലേക്കോ നിങ്ങൾ ഒരു ഡിഗ്രി എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കീം 2025 എഴുതേണ്ടത് വളരെയധികം അനിവാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ MBBS അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സുകൾ നോക്കുന്നുണ്ടെങ്കിൽ കീം 2025 രജിസ്റ്ററും ചെയ്യണം. ഇതാണ് കീമിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കീം പ്രിപ്പറേഷന്റെ ഒരു കൺട്രോളബിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ആണ് സൈലത്തിന്റെ XPL ഓൺലൈൻ കീം ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. സോ XPL കീം ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾക്ക് ശേഷം നിങ്ങൾക്ക് അസസ്മെന്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ പഠിച്ച ടോപ്പിക്കിൽ നിന്നും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ കീമിന്റെ പാറ്റേണിൽ ഓപ്ഷൻ ABCDE വെച്ചിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ആപ്പിലൂടെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ കീമുമായി ബന്ധപ്പെട്ട മോക്ക് എക്സാമുകൾ നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കീമിന്റെ ഒരു ടൈം എത്രത്തോളം, ഇപ്പോൾ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എഴുതുന്നുണ്ടെങ്കിൽ ടോട്ടൽ ടൈം എങ്ങനെ കൺട്രോളബിൾ ആയിട്ട് യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടുന്നതാണ്. അതേപോലെ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കീമിന്റെ അവസാനത്തേക്ക് വരുന്ന ഇൻറ്റൻസ് റിവിഷൻ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട നമ്മുടെ എൻഡ് ഗെയിം 2.0 ബാച്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ എൻഡ് ഗെയിം ബാച്ചിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് എക്സാമിന് മുമ്പായിട്ടുള്ള ഒരു റിവിഷൻ പ്രിപ്പറേഷൻസ്, നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ പ്രിപ്പറേഷൻസ് ഈ ബാച്ചിലൂടെ ലഭിക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ സൈലത്തിന്റെ 18 സെന്റേഴ്സിൽ, കേരളത്തിലുടനീളമുള്ള 18 സെന്റേഴ്സിൽ കീമിന്റെ ഓഫ്ലൈൻ സെന്റേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് കീമിന്റെ ഇൻറ്റൻസ് റിവിഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ കീം XPL ബാച്ചസിലൂടെ നിങ്ങൾ ഇപ്പോൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന നിങ്ങളുടെ +2 ടോപ്പിക്കുകളും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള MCQ ബേസ്ഡ് ആയിട്ടുള്ള +1 ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളിലൂടെ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ് ടൈമിംഗ് വരുന്നത് വൈകുന്നേരങ്ങളിലാണ്. സോ ഈ വൈകുന്നേരങ്ങളിൽ ഓരോ സബ്ജക്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഈ ഓരോ സബ്ജക്റ്റിന് നിങ്ങൾ ഒരു 2 hours സ്പെൻഡ് ചെയ്ത് ആ സബ്ജക്റ്റിലെ എല്ലാ പോർഷൻസും വിത്ത് കീം PYQs ആണ് പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോക്ക് എക്സാംസ് എഴുതാനും കീമിലേക്ക് എത്തിച്ചേരാനും എളുപ്പമായിരിക്കും. സോ അതേപോലെ തന്നെ നമുക്ക് ഒരു ഗൈഡൻസ് ഇതുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജസ് ഹെൽപ്ഫുൾ ആയിട്ട് പഠിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ബാച്ചസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക സൈലം XPL കീം ഓൺലൈൻ ബാച്ചിലേക്ക്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ സെന്റേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ചെയ്യുന്നതാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പറായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കാം. നമ്മൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾ ആ കമന്റ് ബോക്സിൽ സംശയങ്ങൾ കൊടുക്കുന്ന വീഡിയോസും നമ്മൾ റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. സീ യു സൂൺ.